So good afternoon. നിങ്ങൾക്ക് ഏതെങ്കിലും വിൻഡോ ഷെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഹലോ, ഹലോ അർജുൻ, ഉണ്ട് സാർ, ഉണ്ട്. ഇതിന് ഷെയ്ഡ് ഉണ്ടോ? വിൻഡോ നിങ്ങൾ ഏതെങ്കിലും വിൻഡോ ഷെയ്ഡ് ആയിട്ട് കിടപ്പുണ്ടോ? ഉണ്ട്. എന്താണ് വിസിബിൾ ആയിട്ടുള്ള വിൻഡോ? ഏതാണ്? PPT ആണോ? ഹലോ, അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും പറയൂ. മൊഡ്യൂൾ 1 ട്യൂട്ടോറിയൽ 1 കാണുന്നുണ്ട് സാർ. മൊഡ്യൂൾ 1 ട്യൂട്ടോറിയൽ 1. ഓക്കെ. PPT കാണുന്നുണ്ട് അല്ലേ? ആ, കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചോ? ഓണം വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സാർ വീട്ടിൽ തന്നെയായിരുന്നു സാർ. വീട്ടിൽ തന്നെ ആയിരുന്നു. നല്ല സമാധാനമായിട്ട് ഓണം അല്ലേ? അല്ലെങ്കിൽ വീട്ടിൽ കാണത്തില്ലല്ലോ നിങ്ങളൊന്നും. ഓണം ആയതുകൊണ്ട് ആദ്യത്തെ വീട്ടിലുള്ള ഓണമായിരിക്കും അല്ലേ? ഇനി നിങ്ങളെ കോഴ്സ് കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലി കിട്ടി വല്ലത് ദൂരത്തും പോയി വല്ലപ്പോഴും നാട്ടിൽ വന്നൊരു ഓണം കൂടാനുള്ള ആഗ്രഹം പിന്നെ വരത്തുള്ളൂ. പിന്നെ എപ്പോഴേലും നാട്ടിലുള്ളപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഓണം കൂടുന്നത് കുറെ അടിച്ചു പൊളിക്കാൻ പുറത്ത് ഔട്ടിങ്ങിന് പോയിട്ടാണ്. ഇത്തവണ അത് മാറ്റം വന്നു. എന്തായാലും നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നുള്ള ഇതിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്ന് ഒരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാൻ നേരത്തെ രംഗത്ത് പറഞ്ഞതുപോലെ ഇന്ന് മുതൽ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും മൂഡിൽ വഴി മാത്രമാണ്. അപ്പോൾ നമ്മൾ ആ ഗൂഗിൾ മീറ്റ് മാത്രം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി മാത്രമാണ് ഗൂഗിൾ മീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ ഓൾ അതർ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ക്യൂസ്, സബ്മിഷൻ ഓഫ് ക്ലാസ് നോട്ട് or any other exam conducting, all will be via this Moodle. അപ്പോൾ ഇതിൽ ലോഗിൻ ചെയ്യാത്തവർ ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഡൻസ് ഈ ക്ലാസിന്റെ അറ്റൻഡൻസ് നിങ്ങൾ കയറുന്നവർ നിങ്ങളുടെ അവിടെ അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് മൂഡിലെ ഒരു ഇന്നത്തെ ക്ലാസിന്റെ സ്ലോട്ടില് പ്രീവിയസ് അറ്റൻഡൻസ് ഒക്കെ മാനുവലി ചെയ്യേണ്ടി വരും. അതിന്റെ വർക്ക് ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ ബേസ്ഡ് ഓൺ വാട്ട് എവർ ആക്ടിവിറ്റി ദാറ്റ് യു ഹാവ് സബ്മിറ്റഡ് സോ ഫാർ. അപ്പൊ അത് സബ്മിറ്റ് ചെയ്യാനുള്ളവർ പ്രീവിയസ് ക്ലാസിന്റെ ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാനുള്ളവർ അത് പെൻഡിങ് വർക്ക് തീർക്കുക. അത് ആക്ടിവിറ്റീസിന്റെ ബേസിൽ 2 സബ്മിഷൻ ഉള്ളവർക്ക് മാത്രമേ ഉള്ള അറ്റൻഡൻസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഇനി മുതലുള്ള ക്ലാസ്സിൽ ഇപ്പോൾ ക്ലാസിന്റെ അറ്റൻഡൻസ് ക്ലാസ് ടൈമിൽ ഒരു അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. അതുകൂടാതെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് തരും. ഇത് രണ്ടും 50-50 എന്നുള്ള രീതിയിലാണ് അറ്റൻഡൻസിന്റെ ഇത് കൗണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നവർ നിങ്ങൾക്ക് ഒരു ലിങ്ക് വരും. നിങ്ങളുടെ അത് ഒരു ടൈമിൽ കൊടുത്തിട്ടുണ്ട്.
ഇനി അഥവാ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ വിൽ ഡു ഇറ്റ് മാനുവലി ലേറ്റർ. പ്രശ്നമല്ല, നിങ്ങളുടെ അറ്റൻഡൻസ് എന്തായാലും മാർക്ക് ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ എനിക്കൊന്ന് 12:45 ഒരു ലിങ്ക് വരും നിങ്ങൾക്ക്. യു ക്യാൻ മാർക്ക് യുവർ പ്രസൻസ് ദയർ. ആബ്സെന്റ് ആണോ പ്രസന്റ് ആണോ എന്നുള്ളത് അവിടെ അതിൻ്റെ അകത്ത് ഒരു ഇത് വരും. അപ്പോൾ അത് മാർക്ക് ചെയ്യാൻ നോക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് ഐ വിൽ ബി പോസ്റ്റിംഗ് ദി ക്ലാസ് വീഡിയോ ഇൻ ദിസ് മൊഡ്യൂൾ. പിന്നെ ക്വിസും അതിന്റെ അസൈൻമെന്റ് ലിങ്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതും, അസൈൻമെന്റ് മീൻസ് ക്ലാസ് നോട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ലിങ്കും അവിടെ വരും. അപ്പൊ ആ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞവർക്കാണ് ഫുൾ അറ്റൻഡൻസ് ആയിട്ട് കൗണ്ട് ചെയ്യുക. അപ്പൊ അത് നിങ്ങൾ പിന്നെ ചെയ്യുക. സോ ടുഡേ we will see a few numerical problem based on whatever topics we have covered in the previous classes. But tutorial problems are in. So we'll move on to the first problem. നിങ്ങൾ എഴുതിയെടുക്കുക. A sonic velocity of air. ഞാൻ വായിക്കുന്നതേ ഉള്ളൂ. You can see it. Note down. A sonic velocity of air jet has a temperature 280 Kelvin. Determine velocity of sound in the jet, stagnation temperature, stagnation enthalpy, stagnation velocity of sound, stagnation to static pressure ratio, critical speed of sound, maximum isentropic speed, and Rocco number. So you ഇവിടെ എഴുതി കഴിഞ്ഞാൽ പറയണം. So we will solve the problem. പ്രോബ്ലം എഴുതിയെടുത്തോ? ഇല്ല സാർ, എഴുതുന്നു, കഴിഞ്ഞില്ല. ഇതാണ് ഓൺലൈൻ ക്ലാസിന്റെ ഒരു ബുദ്ധിമുട്ട്. എനിക്ക് നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ കംപ്ലീറ്റഡ് ആണ്. ആരെങ്കിലും കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 3-4 പ്രോബ്ലംസ് നമുക്കിത് ചെയ്യാം. ചെറിയ പ്രോബ്ലംസ് ആണ്, വലിയ പ്രശ്നമല്ല. ഓൾറെഡി നമ്മൾ ഇതിന്റെ ഇക്വേഷൻസ് ഇവിടെ പറഞ്ഞതാണ്. അപ്പൊ ഇക്വേഷൻസ് വെച്ച് ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ അതിനകത്ത്. കഴിഞ്ഞു സാർ. We have given a sonic velocity here. The sonic velocity എന്ന് പറയുമ്പോൾ what you know is Mach number value equal to 1. അതിൽ Mach number തന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. sonic velocity എന്ന് പറയുന്നത്. So you can take Mach number value 1
Then static temperature തന്നിട്ടുണ്ട്. Static temperature എത്രയാണ്? 280 Kelvin. Temperature of 280 Kelvin, that means static temperature. Stagnation temperature value is separate to stagnation temperature എന്ന് പറയും. Otherwise stated, whatever the value specified here is the static temperature of air. ഇത് രണ്ടും തന്നിട്ടുള്ളൂ. What you require to find is velocity of sound. അപ്പോൾ sound velocity കാണണം. പിന്നെ വേറെ calculations പറഞ്ഞിട്ടുണ്ട്. So sound velocity കാണുന്നത് എങ്ങനെയാണ്? What you have is velocity of sound is equal to square root of gamma RC. അതില് temperature തന്നിട്ടുണ്ട്, gamma R തന്നിട്ടില്ല. But we can you have that value. Air value is non-property ആണ് for air. Assuming perfect gas, gamma is 1.4. Always you take തന്നിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ always you can assume gamma equal to R, gamma equal 1.4 and R gas constant value 287 joule per kilogram. So you can compute now A equal to root of 1.4 into 287 into 280. So after substituting, you will be getting 335.42 per second. So static temperature value വെച്ച് നമ്മൾ velocity, sound velocity കാണും. രണ്ടാമത്തെ stagnation temperature കാണണം. Stagnation temperature കാണാനായിട്ട് you have the relationship between static stagnation temperatures and maximum pressure. ആ relation നമ്മൾ define ചെയ്തതാണ്. So that relation is T naught by T. T naught by T equal to അതായിരുന്നു 1 plus gamma minus 1 by 2 m square. ഈ relation നമ്മൾ derive ചെയ്തതാണ്. So that is used to find the stagnation temperature. അതിനാണ് T naught value ആണ്. T naught therefore equal to T into 1 plus gamma minus 1 by 2 m square. So you substitute all the values are known. 280. അപ്പോൾ എപ്പോഴും ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓൾവേസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ കെൽവിൻ. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എയർ 30 ഡിഗ്രി സെന്റിഗ്രേഡ് എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അത് തെറ്റിക്കാതിരിക്കുക. ഇവിടെ 30 അല്ല, here it is given as 280. So you substitute that given known data, you get the stagnation temperature value T naught 336.5. Then stagnation enthalpy. Stagnation temperature കിട്ടിയാൽ stagnation enthalpy കാണാം. എങ്ങനെ? Stagnation temperature and stagnation enthalpy are related. H naught equal to Cp into T naught. H enthalpy value Cp into T. So H naught is Cp into T naught. And what is Cp? Cp is gamma R by gamma n. അപ്പോൾ Cp കാണാം. ഗാമയും ആറും ഓൾറെഡി എയറിന്റെ നോൺ ക്വാണ്ടിറ്റി. സോ Cp you can substitute. അല്ല Cp ഇത് വെള്ളത്തിലേലും നിങ്ങൾക്കറിയാം Cp of air is around 1000 joule per kilogram Kelvin. Substitute ചെയ്താൽ approximate value will be getting. So that will gives you the stagnation enthalpy value. Then stagnation velocity of sound. Stagnation velocity of sound എന്ന് പറയുന്നത് A dot കാണണം. Stagnation conditions sonic velocity. അപ്പോൾ sonic velocity കാണാൻ ഇക്വേഷൻ root gamma RT ആണ്. അപ്പോൾ stagnation velocity ആണ് root of gamma R T naught. Temperature, static temperature in the place stagnation temperature value already calculated that 336 Kelvin. So you substitute that value, so you will be getting the stagnation temperature 367.43. ഇത്രയും ചെയ്തോ? നിങ്ങൾ അടുത്ത പേജിലോട്ട് പോകാം. ചെയ്തു സാർ. Okay. Move to the next slide. Pressure ratio. Pressure ratio കാണുന്നത് temperature ratio പറയുന്നത് P naught by T to P naught by T relate ചെയ്യാം. So this to the power gamma by gamma minus 1 gives you the pressure ratio P naught by T. അതാണ് ഇത്. So that you can use to find the stagnation pressure ratio, static to stagnation pressure ratio കണ്ടുപിടിക്കാം. Then critical velocity of sound. Critical velocity എങ്ങനെ കാണുന്നത്? Critical speed കാണാനായിട്ട് A star, A asterisk in the relation എടുക്കുക. A asterisk is root of gamma RT asterisk. So critical velocity ഇവിടെ എന്താണ്? എങ്ങനെയാണ്?
എന്താണ് ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? What do you mean by critical speed? What do you mean by critical speed? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ എയാസ്റ്റിക് ഈക്വൽ ടു എ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ മീനിങ് എന്താണ്? Critical speed of sound. Actually ഇങ്ങനെ പറയണ്ട. Elastic is root of gamma r T-astic. T-astic എന്ന് പറയുന്നത് critical temperature. എന്താണ് critical condition എന്ന് പറയുന്നത്? Critical condition is the condition where Mach number equal to 1. Mach number value 1 വരുമ്പോഴുള്ള പ്രോപ്പർട്ടീസിനെയാണ് ക്രിട്ടിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ ടെമ്പറേച്ചർ ആണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, വെലോസിറ്റി ആണെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി, ലിമിറ്റ് ഈസ് ക്രിട്ടിക്കൽ പ്രഷർ. So the values corresponding to properties corresponding to Mach number equal to 1, they are critical properties. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് തന്നെ Mach number 1 ആണ്. അപ്പൊ എന്താണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിച്ച A വാല്യൂ? The same is the critical speed. അതാണ് A equal to A എന്ന് എഴുതിയിരിക്കുന്നത്. So you get the critical speed. Then maximum isentropic speed. നമ്മൾ Cmax ഇവിടെ നിങ്ങൾ നൊട്ടേഷൻ വേറെ ടെക്സ്റ്റിലെ നൊട്ടേഷൻ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ Cmax എഴുതിയിട്ടുണ്ട്. We have that Cmax relation. Cmax related to നമ്മൾ അഡിയാബാറ്റിക് എനർജി ഇക്വേഷൻ അവസാനം പറഞ്ഞത് ഏതായിരുന്നു? Cmax half Cmax square equal to അതായിരുന്നു A naught by gamma minus 1. So this relation is used to find the Cmax. A naught square by gamma minus 1. So half Cmax square equal to A naught square നമ്മൾ ഡിറൈവ് ചെയ്തതാണ് കഴിഞ്ഞ വെക്കേഷൻ മുമ്പുള്ള എനർജി ഇക്വേഷൻ. So from that you get Cmax equal to this A naught root of gamma minus 1 by 2 by gamma minus 1. By gamma minus 1. So the Cmax ആണ് notation നമ്മൾ Vmax എഴുതുന്നത് you write it as Cmax. So that give you the maximum jet velocity. Then Crocod number again defined. Crocod number is defined as C by Cmax. V by Vmax you write it as C by Cmax. Notation. Where what is C? Fluid velocity. And what is Cmax? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ C എന്ന് പറയുന്നത് എന്താണ്? Fluid velocity എങ്ങനെ കിട്ടും? നമ്മുടെ കണ്ടീഷൻ നോക്കുക. Here C is same as, in this case C is same as C star. നമ്മുടെ Mach number 1 ആണ് നമ്മുടെ പ്രോബ്ലത്തിൽ പറഞ്ഞേക്കുന്നത്. So the fluid velocity is same as critical velocity, and that critical velocity is same as air, critical sound velocity. Mach number 1 വരുമ്പോൾ C equal to A. So C, in this case we have fluid velocity equal to critical velocity, and then again equal to critical sound velocity. So you substitute that, you get the Crocod number value 0.408. Okay. So question complete ആയി. ഇത് ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. If you completed it, you can move to the next problem. പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞവര് നിങ്ങളുടെ സെഷൻ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ലിങ്ക് വന്നോന്ന് നോക്കുക. യു ക്യാൻ മാർക്ക് യുവർ അറ്റൻഡൻസ്. ഇത് കഴിഞ്ഞോ? ഹലോ, കംപ്ലീറ്റ് കഴിയും സാർ. ഓക്കെ, so we'll see the next problem. Okay. Air flows through a duct at a pressure of 0.196 megapascal with a velocity 350 meter per second. The temperature of air is 40 degrees centigrade.
determine isentropic stagnation pressure, temperature, density. Attendance mark ചെയ്യാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. ഐ വിൽ മാർക്ക് ഇറ്റ് മാനുവലി ലേറ്റർ. അല്ലാത്തവർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അവൈലബിൾ ആയെങ്കിൽ. അത് ഫസ്റ്റ് ടൈം ചെയ്യുന്നുണ്ട്, ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്താലേ അറിയത്തുള്ളൂ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. If it is available there, you can mark your attendance. And one more thing, നിങ്ങളുടെ അറ്റൻഡൻസ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സബ്മിറ്റ് ദി ആക്ടിവിറ്റീസ് ഓൾസോ. ദ ലേറ്റർ യു ഹാവ് ടു സബ്മിറ്റ് യുവർ ക്ലാസ് നോട്ട് ആൻഡ് അറ്റംപ്റ്റ് ദ ക്വിസ്. അപ്പൊ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് പിന്നെ വരും. ഇത് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തവര് കാര്യമെങ്കിൽ പറയുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. This is our problem. Group A. Yes, sir. Do it fast. And the diamond will get into the Chase or copy. Okay. You have given the static temperature and velocity value. Static pressure of the conductor. You have given P as 0.196 megapascal. Given data. So one data given is pressure. Then you have given the velocity value C, 350 meter per second. The static temperature value is also given. Temperature equal to 30 degrees Celsius. So you convert that to Kelvin. Convert it to 30 or 40. 40 degrees you convert. When you convert it, it will become 330 Kelvin. So more than for direct substitution on the stagnation temperature, you need to know the Mach number value. Mach number defines you should compute the sonic velocity value. So first you compute the velocity of sound using A equal to root gamma T. Again, air properties of the question is so you can assume gamma 1.4 and R 287. It's the ortho air the case normally accepted values on gamma 1.4 R 287 joules per kilogram. So these are properties there. Yeah. So you compute the velocity of sound, you'll be getting it as 354. Then you find the Mach number, which is C by A. C is 350 air velocity sound velocity so you take the ratio that gives you Mach number 0.9869, close to unity. Stagnation pressure stagnation pressure equation P naught. Previously we have written P naught by P equal to P naught by T to the power gamma by gamma minus 1. Again that is equal to 1 plus gamma minus 1 by 2 m square. P naught by T to the power gamma by gamma minus 1. So that is used to find your P naught value. P naught so P naught equal to P into 1 plus gamma minus 1 by 2 m square into to the power gamma by gamma minus 1. Right hand side known quantities you substitute, you get the
stagnation pressure value as equal to 0.365. Then temperature, stagnation temperature എങ്ങനെ കാണും? Equation ഇടുക, തൊട്ടടുത്ത equation T0 by T. അവിടെ unknown quantity എന്ന് പറഞ്ഞാൽ T0 മാത്രമാണ്. So substitute you get the stagnation temperature T0 equal to 317.97 Kelvin. One more quantity to be determined is stagnation density, temperature density കാണാൻ പറഞ്ഞിട്ടുണ്ട്. Stagnation pressure, temperature and density. So how do you find stagnation density? Stagnation density കാണാനായിട്ട് equation state use ചെയ്യാം. The equation state is P equal to rho RT. So what you require is stagnation condition. So P naught equal to rho naught R into T naught. So that give you the stagnation pressure value, sorry, density value rho naught equal to P naught by R into T naught. Those density കാണാം. You substitute P naught and T naught what you get in the previous cases. We compute the density value. To complete that, we can move to the next slide. ഇതിക്കായോ? So the density value will be getting 3.4. 3.4 kilogram per meter. അല്ലെങ്കിൽ we can use this equation to get this stagnation temperature. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ ആ മാക് നമ്പർ അഥവാ മാക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി. H equal to H plus H naught equal to H plus half C. So ഇതെല്ലാം ചെയ്യാം. So Cp into T naught Cp into T plus half C square or T naught equal to T plus T square by 2Cp. We calculate the non quantity. So that also you can. Okay. So next problem, we'll move to the next problem. So the calculation now. Third one. The pressure, temperature, and Mach number at the entry of a flow passage are 2.45 bar, 26.5 degrees centigrade, 1.4 respectively. The exit Mach number is 2.5, determined for adiabatic flow, a perfect adiabatic flow of a perfect gas. Gamma 1.3 and R 0.469 kilojoules per kilogram Kelvin. Stagnation temperature. Then temperature, velocity of gas at the exit, then flow rate per unit area of the inlet section.
Question copy ചെയ്തിട്ട് will solve it. Okay. ചെയ്തു സാർ. So in this case, you have a flow passage with inlet section marked as 1, let us say 1, and exit is 2. So there is a flow through the duct. The inlet conditions of the pressure are T1. So at the inlet, you have T1 equal to 2.45 bar. The temperature, you want T1 as equal to 26.5. And Mach number value is specified as 1.4. Exit Mach number of the M2 as equal to 2.5. We have the flow. Exit conditions, all those conditions are to be determined. So T2 not on, T2 not on. So that has to be found out. And we have the properties of gas given here as gamma 1.3 R value 469 joule per kilogram Kelvin. 0.469 kilojoule per kilogram Kelvin. So you need to determine the temperature, stagnation temperature. And given here, it is for adiabatic flow. Adiabatic flow is adiabatic flow, adiabatic energy equation there. So for adiabatic flow, you have one equation, H plus half C square equal to H naught is a constant. H naught a constant. That means T naught is a constant. H naught constant means H naught equal to constant means stagnation temperature is a constant. That means if you take sections 1 and 2, TO1 and TO2 are the same. What is adiabatic flow? Adiabatic flow is stagnation conditions, stagnation temperature change. Stagnation condition, stagnation temperature varies when there is addition of heat or removal of heat. Total temperature change when there is, that happens only when there is heat transfer between the system and the surrounding. In this case, the flow is adiabatic means stagnation temperature constant. 1 and 2 will stagnation temperature value same. TO1, TO2 are the same. But they will have the different static temperature value. Non quantity inlet quantity is good. So let us write find out the TO1. So TO1 by T1 equal to 1 plus gamma minus 1 by 2 M1 square. TO1 M1 T1 so you compute the TO1 value from there. So again, the temperature is specified in degrees centigrade, you convert that into Kelvin. 26.5 degrees centigrade, so that is converted into Kelvin, that is 299.5 Kelvin.
substitute in that equation, substitute in this equation, you get finally the stagnation temperature TO1 as equal to 388. അത് തന്നെയാണ് TO2 എന്നുള്ളത്. പിന്നെ ഡെൻസിറ്റി കാണാം. ഡെൻസിറ്റി നമുക്ക് later we will be using it. Rho1 ഇൻലെറ്റിലെ എയറിന്റെ ഡെൻസിറ്റി Rho1 is equal to state എടുക്കുക, P equal to rho RT. So P1 equal to Rho1 R T1. So this gives you Rho1 as equal to P1 by RT1. Substituting 2.45, P1 is 2.45 megapascal, 2.45 bar. So 2.45 into 10 raised to 5 by R. R substitute is kilojoule, you substitute into joule. 0.469 kilojoule per Kelvin. So that becomes 469 into T1 is 299. 299. So that gives you the density of air as at the inlet density value 1.745. Gas in the inlet density 1.745 kilogram per meter cube. That is the density of the gas at the inlet section of the duct. Now the exit properties are with the Shall I go to the next slide? Sir, just 1 minute. Okay, sir. When exit lab properties are exit lab data, exit data M2, max number value M2 is equal to 2.5. That is given. TO2 same as TO1. This is 388 Kelvin. TO1 adiabatic flow, TO2, TO1 are the same. So that is 388 Kelvin. With that value, you can find your exit static temperature. Exit the static temperature. Let's do TO2 by T2 will be equal to 1 plus gamma minus 1 by 2 M2 square. So this is T2 T2 will be getting it as TO1 Kelvin, 201 Kelvin, right? So that gives you the T2 static temperature at the exit. Similarly, you can find other properties also. Determine temperature, velocity of the gas at exit. Velocity of the gas at the exit exit velocity T2 is M2 into root gamma RT. M2, how do you define M2? M2 is C2 by A2. C2 by A2 or C2 equal to M2 into A2. A2 is root of gamma RT. So this is known quantity of T2 T2 not 1 Kelvin. Gamma R known, M2 value also known. So you can compute the gas velocity of the exit. That is 275 meter per second. Okay. The third one, the flow rate per meter square of the inlet section. Mass flow rate per unit area. Mass flow rate in the equation is m dot. If you consider the inlet section, you can write it as Rho1, A1, C1. So what you need is m dot by A1 that will be equal to Rho1 into C1. Rho1 already C1 so this is Rho1 into C1 is M1 into root gamma RT1. M1 into A1. So that is known quantity. Rho1 M1 is known, gamma R T1. Everything is defined
So you can compute the mass flow rate per unit area, and that we have the 1043.95 kilogram per second meter square. So the direct substitute here, or otherwise you write like this. Okay, so that completes the problem. Number 3. For the to complete it, we will move to the last problem of the day. Look at the guidance. No, sir. The last problem. Same kind of, we'll discuss it and we'll wind up the class. There is a straight axis symmetry. Axis symmetric means symmetrical about the axis. Straight duct on the axis symmetric duct at 300 Kelvin. Exit level properties. Yeah. Inlet conditions. 300 Kelvin, 3.45 bar and 150 meter per second. Leaves it at 277 Kelvin and 500 centimeter square area. Profession on assume for adiabatic flow. Axis symmetric on the inlet exit to a very area, not a pipe. Very variable area section. We have a passage like this. The inlet conditions are given. So let us say the inlet conditions 300 Kelvin. This is 1 and 2. The inlet you have 3.45 bar P1, 3.45 bar P1. Temperature 277 Kelvin, like 277 Kelvin, and P1 150 meter per second. This is the inlet. Exit no, P1 under. So P1 is correct. P1 is 3.45 bar. And the C1 is correct. C1 is 150 meter per second. So this is the inlet section. This is 1. C1 exit let T1 T2 277 Kelvin. Leaves at 277 Kelvin. P2 2.058 bar. Then velocity C2 260 meter per second. Cross sectional area at inlet area A1 is 500 centimeter square. Inlet conditions exit conditions Sir, appa 300 Kelvin enda. Inlet inlet temperature so T1 is
ഇൻലെറ്റ് കണ്ടീഷൻസ് പ്രഷർ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. എക്സിറ്റിലെ പ്രഷർ ടെമ്പറേച്ചർ വെലോസിറ്റി തന്നിട്ടുണ്ട്. എക്സിറ്റ് ഏരിയ കാണണം നമുക്ക് അല്ല. അപ്പൊ ചെയ്യാമല്ലോ. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കാണാൻ ആസ് യൂഷ്വൽ യൂസ് ദ സെയിം ഫോർമുല. അപ്പൊ അതിന് മാക് നമ്പർ അറിയണം. മാക് നമ്പർ അല്ലെങ്കിൽ വേറെ ഫോർമുല എടുക്കാം. M1 you can calculate T1 by A1 or T1 by root gamma r T1. അല്ല T1 അറിയാം, ഗാമ ആർ തന്നിട്ടുണ്ട്. ഏറിന്റെ കേസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1.4 and R 287.4. സബ്സ്റ്റിറ്റ്യൂട്ട് C1 തന്നിട്ടുണ്ട്. Get the Mach number value. M1 കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കാണാം? TO1 you can calculate TO1 by T1 as equal to 1 plus gamma minus 1 by 2 M1 square. Okay. Use that equation. Stagnation temperature കിട്ടും. അതാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ രണ്ടാമത് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ TO1 എന്ന് പറയുന്നത് മാക് നമ്പർ കാണേണ്ടതുണ്ടെങ്കിൽ യൂസ് ദിസ് ഇക്വേഷൻ CP C1 സ്ക്വയർ ബൈ C1 പ്ലസ് C1 സ്ക്വയർ ബൈ 2CP. അതായത് വെലോസിറ്റി ടെമ്പറേച്ചർ നമുക്ക് തരണം. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു T1 സ്റ്റാറ്റിക് ടെമ്പറേച്ചർ പ്ലസ് വെലോസിറ്റി ടെമ്പറേച്ചർ C1 സ്ക്വയർ ബൈ 2CP. CP കാണാനായിട്ടാണെങ്കിൽ ഇവിടുത്തെ ഗാമ ആർ വെച്ചിട്ട് കാണുക. CP ഈക്വൽ ടു ഗാമ ആർ ബൈ ഗാമ ഇതും കാണാം. അല്ലെങ്കിൽ മാക് നമ്പർ കമ്പ്യൂട്ട് ചെയ്തിട്ട് കാണാം. അതോ അതർവൈസ് യൂസ് ദിസ് ഇക്വേഷൻ. You will getting it as relevant. ഇനി എക്സിറ്റിലെ കണ്ടീഷൻസ് കാണാനായിട്ട് എക്സിറ്റിലെ രണ്ടാമത് എക്സിറ്റ് എടുക്കണം. അവിടെ മാക്സിമം വെലോസിറ്റി കാണാൻ adiabatic flow എന്ന് പറഞ്ഞിട്ടുണ്ട്. So TO1 and TO2 are the same. So there is no need to compute TO2. Adiabatic flow എന്ന് പറഞ്ഞിട്ടുണ്ട്. So TO2 is same as TO1. അതവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. Almost they are getting same. Then Cmax കാണുന്ന Cmax നമ്മൾ കഴിഞ്ഞ പ്രവൃത്തി കണ്ടു. എന്താണ് Cmax square? Half Cmax square equal to അതാണ് H0. Or this is energy equation. H0 is Cp into T0. H0 എന്ന് പറയുന്നത് Cp into T0. So Cmax ഏത് ഇക്വേഷൻ ആണ് ഇത്? വേറെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ Cp കൺവേർട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. Or you can write this as equal to root of 2 Cp into T0. അപ്പോൾ തന്നേക്കത്തെ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ടോ? Cmax സബ്സ്റ്റിറ്റ്യൂട്ട് എല്ലാം നോൺ ഡാറ്റ ആണ്. Cp അറിയാം, T0 അറിയാം. You compute the maximum speed of the object will be 790 meter per second. Okay. ഇനി ഒന്നുകൂടെ കാണണമല്ലോ. എന്താണ് മൂന്നാമത്തെ ടേം എന്താണ് കാണാൻ പറഞ്ഞേക്കുന്നത്? ഏരിയ അല്ലേ? Third unknown എന്താണ്? Mass flow rate and area of the cross section. Mass flow rate കാണാനായിട്ട് find out the mass flow rate m dot s equal to rho1 a1 c1 also equal to rho2 a2 into c2. ഇനി ഇവിടെ a1 തന്നിട്ടുണ്ട്, rho1 കമ്പ്യൂട്ട് ചെയ്യാം. So m dot equal to what is rho1? p1 by r p1 equal to state ചെയ്യുന്നത് P equal to rho RT. So rho1 is P1 by RT1 into A1 into C1. C1 is another. So all non-data ആണ്. So you compute the value. You'll be getting mass flow rate as equal to 30 kilograms per second. So after substituting, you get 30 kilograms per second. And use this mass flow rate to get the value of the exit area. M dot is also equal to rho1, rho2, a2, a2. So that means a2 as equal to
m dot by rho 2 into E2. Okay. Rho 2 എങ്ങനെ കാണാം? P2 by RT2. Okay. Exit conditions എല്ലാം അറിയാം. So you can find exit density calculate ചെയ്യാം. Exit velocity തന്നിട്ടുണ്ട്. So that give you the exit area as equal to 445 centimeter. Centimeter square. Okay. So it is a converging duct. The diagram has to be drawn like this. Exit area ആണ് power. So this will be the diagram for this. So here it is A1 500 centimeter square and the A2 what is getting is 445 centimeter square. Okay. So that completes the problem. If you have any doubt, you can ask. So the next class, we will solve another set of problems based on the module 1. With that, we will end the module. Okay. So any doubts? Yes, sir. Okay. We'll stop the class and meet again on Wednesday. Then. Okay. So attendance mark ചെയ്തോ നിങ്ങള്? അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ലിങ്ക് യൂസ് ചെയ്യാൻ പറ്റിയോ? ഇല്ല സാർ, ഇപ്പോഴും റെസ്ട്രിക്റ്റഡ് ആണ്. അറ്റൻഡൻസിന്റെ ലിങ്ക് റെസ്ട്രിക്റ്റഡ് ആണോ? അറ്റൻഡൻസ് 8 അല്ലേ സാർ? ഇന്നത്തെ അറ്റൻഡൻസ് ഇന്ന് 8ാമത്തെ ക്ലാസ്. ഇന്ന് ഡേറ്റ് അവിടെ കാണാൻ അത് റെസ്ട്രിക്റ്റഡ് എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നതാണ്? റെസ്ട്രിക്റ്റഡ്. നിങ്ങളത് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കൂ. ഇല്ലെങ്കിൽ ഐ വിൽ മാർക്ക് ഇറ്റ് ലേറ്റർ. നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. ഐ വിൽ മീറ്റ് അഗൈൻ ഓൺ വെഡ്നെസ്ഡേ. താങ്ക് യു വെരി മച്ച്. Okay.